നാട്ടിൽ ഏറ്റവും ഉയർന്ന നല്ല ബുദ്ധിയുള്ള സമർത്ഥരായ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും സിവിൽ സർവീസിനും അതേപോലെ മെഡിക്കൽ അതേപോലെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പഠിക്കുന്ന നല്ല സമർത്ഥരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ മയക്കുമരുന്നുകൾ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുക. എന്താ കാരണം എന്നറിയോ? ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശ്രദ്ധയോടുകൂടി പഠിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഏകാഗ്രത കിട്ടാൻ ഒരിത്തിരി ലഹരി നല്ലതാണ് എന്നാരോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല പഠിക്കുന്ന കുട്ടികളാ, പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനും ഓർമ്മശക്തി കിട്ടാനും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനും ഒരിത്തിരി ലഹരി ഉണ്ടെങ്കിൽ നല്ല ഉഷാറുണ്ടാകും, നല്ല താല്പര്യം ഉണ്ടാകും, നല്ല കഴിവുണ്ടാകും. അതുകൊണ്ട് ഒരിത്തിരി ആവാം എന്ന് വിചാരിച്ച് സിറിഞ്ചുമായിട്ട് പഞ്ഞിയുമായിട്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്ന കഴിവുള്ള ബുദ്ധിയുള്ള കുട്ടികൾ നമ്മുടെ നാടുകളിലുണ്ട്. അവർ അകപ്പെട്ടിരിക്കുന്നത് തെറ്റിദ്ധാരണയുടെ പടുകുഴിയിലാ. ആ കോഴ്സ് പോലും പൂർത്തിയാക്കാൻ വിധം, അഥവാ കോഴ്സ് പഠിച്ചാൽ തന്നെ അതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിന്റെ രാജ്യത്തിന്റെ പ്രതീക്ഷകളാവേണ്ട മക്കള് കഴുത്തൊടിഞ്ഞ് കണ്ണൊക്കെ മഞ്ഞളിച്ച് നടക്കാൻ കഴിയാതെ എടറി ഏതെങ്കിലും ഒരു പീഡികത്തിണ്ണയിലേക്ക് കവഴ്ന്നു വീഴുന്ന ദുരന്തപൂർണമായ നാളുകളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് പാവം അവരറിയുന്നില്ല.